കുട്ടികളെ, അപ്പൊ നമ്മള് മെട്രിക്സിന്റെ ഓപ്പറേഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡീഷൻ അതുപോലെ സബ്ട്രാക്ഷൻ ഈ രണ്ട് ഓപ്പറേഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് രണ്ട് മെട്രിക്സുകൾ തന്നിരിക്കുന്നു. ആദ്യത്തെ മെട്രിക്സിന്റെ പേര് എ, രണ്ടാമത്തെ മെട്രിക്സിന്റെ പേര് ബി. ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് രണ്ട് മെട്രിക്സുകൾ വരുമ്പോൾ എപ്പോഴും നമുക്ക് അവയെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. രണ്ട് മെട്രിക്സുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ ആദ്യത്തെ മെട്രിക്സ് എടുക്കുക. ആദ്യത്തെ മെട്രിക്സിൽ വരുന്ന കോളത്തിന്റെ എണ്ണം, നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് ഇതിനോട് തുല്യമായാൽ മാത്രമേ തന്നിരിക്കുന്ന രണ്ട് മെട്രിക്സുകളെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ. എന്താണ് ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് രണ്ട് മെട്രിക്സുകൾ തന്നിരിക്കുന്നു, എയും ബിയും. എ ഇൻറ്റു ബി കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. എപ്പോഴും ഏത് രണ്ട് മെട്രിക്സുകൾ വന്നാലും നിങ്ങൾക്ക് അവയെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ എന്താണ് വേണ്ട? ആദ്യത്തെ കണ്ടീഷൻ, ആദ്യത്തെ മെട്രിക്സിൽ വരുന്ന കോളത്തിന്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിൽ വരുന്ന റോയുടെ എണ്ണവും തുല്യമായിരിക്കണം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സുകളെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഓർക്കുക, നമ്പർ ഓഫ് കോളംസ് ഇൻ ഫസ്റ്റ് മെട്രിക്സ്, ആദ്യത്തെ മെട്രിക്സിൽ വരുന്ന നമ്പർ ഓഫ് കോളംസ്, ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഇൻ സെക്കൻഡ് മെട്രിക്സ്. അപ്പോ രണ്ട് മെട്രിക്സുകളെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ, എ ഇൻറ്റു ബി കാണാൻ പറ്റണമെങ്കിൽ ആദ്യത്തെ മെട്രിക്സിൽ വരുന്ന കോളത്തിന്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിൽ വരുന്ന റോയുടെ എണ്ണവും തുല്യമായിരിക്കണം. ഇനി അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് മെട്രിക്സുകൾ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. എ ഇൻറ്റു ബി കാണാൻ പറ്റും. ആദ്യത്തെ മെട്രിക്സിൽ വരുന്ന കോളത്തിന്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിൽ വരുന്ന റോയുടെ എണ്ണവും തുല്യമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണല്ലോ, എന്ത് ഓർഡർ ആയിക്കോട്ടെ. ഈ മെട്രിക്സിലെ റോകൾ എടുക്കുക. ബി എന്ന് പറയുന്ന മെട്രിക്സ് എടുക്കുന്നുണ്ട്, ആ മെട്രിക്സിലെ കോളങ്ങൾ എടുക്കുക. എന്താ ഞാൻ പറഞ്ഞത്? എയിലെ റോകൾ എടുക്കുക, ബിയിലെ കോളങ്ങൾ എടുക്കുക, എലമെന്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ന് പറയുമ്പോ ഈ ആദ്യത്തെ റോയില് ആദ്യത്തെ എലമെന്റ്, രണ്ടാമത്തെ എലമെന്റ്, അങ്ങനെ ഉണ്ടാവും എലമെന്റ്സ് അല്ലെ. അതുപോലെ കോളത്തിലും ഒന്നാമത്തെ എലമെന്റ്, രണ്ടാമത്തെ എലമെന്റ്, അങ്ങനെ എലമെന്റ്സ് താഴേക്ക് ഉണ്ടാവും. അപ്പൊ ഓരോ സ്ഥാനങ്ങളിൽ വരുന്ന എലമെന്റ്സിനെ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ ടേക്ക് ദ റോസ് ഓഫ് എ, കോളംസ് ഓഫ് ബി, മൾട്ടിപ്ലൈ ദം എലമെന്റ് വൈസ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആദ്യത്തെ മെട്രിക്സിനെ ബിയിലെ, ഈ കോളത്തിലെ ആദ്യത്തെ മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ബിയിൽ വരുന്ന രണ്ടാമത്തെ എലമെന്റിനെ എയിൽ വരുന്ന രണ്ടാമത്തെ എലമെന്റിനെ ബിയിൽ വരുന്ന രണ്ടാമത്തെ എലമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നത് അവയുടെ സമ്മും കൂടി എടുക്കണം. എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഈ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ ഒരു ഉത്തരം കിട്ടി, പ്ലസ് ഈ രണ്ട് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ഉത്തരത്തിനോട് കൂട്ടുക. അങ്ങനെയാണ് ചെയ്ത് പോകേണ്ടത്. അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞത്? എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? രണ്ട് മെട്രിക്സുകൾ തന്നിരിക്കുന്നു, എ ബി. അവയെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ വേണ്ടുന്ന കണ്ടീഷൻ എന്താണ്? ആദ്യത്തെ മെട്രിക്സിൽ വരുന്ന കോളത്തിന്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിൽ വരുന്ന റോകളുടെ എണ്ണവും തുല്യമായിരിക്കണം. ഇനി എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? ആദ്യത്തെ മെട്രിക്സിന്റെ റോകൾ എടുക്കുക, രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളങ്ങൾ എടുക്കുക. ആദ്യത്തെ റോയെ ആദ്യത്തെ കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എലമെന്റ് വൈസ്, എന്നിട്ട് അതിന്റെ സം എടുക്കുക. ആദ്യത്തെ റോയുടെ കഴിയുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാനുണ്ട്, ആദ്യത്തെ റോയില് ആദ്യത്തെ കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ആദ്യത്തെ റോയില് രണ്ടാമത്തെ കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര കോളങ്ങളുണ്ടോ അവയുമായിട്ട് ആദ്യത്തെ റോയുടെ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയതിനു ശേഷം മാത്രമേ രണ്ടാമത്തെ റോയിലേക്ക് വരാവുള്ളൂ. അതൊന്ന് ഓർക്കുക. അപ്പോൾ ആദ്യത്തെ റോയും ആദ്യത്തെ കോളവും കൂടി കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. വീണ്ടും ആദ്യത്തെ റോയും രണ്ടാമത്തെ കോളവും കൂടി കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഒരു കോളവും കൂടി ഉണ്ടെങ്കിലോ അപ്പൊ ആദ്യത്തെ റോയും മൂന്നാമത്തെ കോളവും കൂടി കറസ്പോണ്ടിങ് എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് റോ തീർന്നു, വീണ്ടും സെക്കൻഡ് റോ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? സെക്കൻഡ് റോയിൽ വരുന്ന എലമെന്റ്സിനെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, കൂട്ടുന്നു. പിന്നെ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, കൂട്ടുന്നു.
വീണ്ടും സെക്കൻഡ് റോയും തേർഡ് കോളവും കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, കൂട്ടുന്നു. അപ്പോൾ ആ രീതിയിലാണ് ചെയ്തു പോകേണ്ടത്. ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നത് കുറച്ചും കൂടി ക്ലിയർ ആവുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോ നിങ്ങൾക്ക് രണ്ട് മെട്രിക്സുകൾ എയും ബിയും തന്നിരിക്കുന്നു. എ എന്ന് പറയുന്ന മെട്രിക്സ് എ ഈക്വൽ ടു മെട്രിക്സ് 1 2 3 4 and B equal to matrix 2 3. ആദ്യം നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലെ. നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ മെട്രിക്സിൽ വരുന്ന ഓർഡർ എന്ന് എഴുതിയേ 2 റോയും 2 കോളങ്ങളും, ശരിയല്ലേ? 2 by 2 ആണ്. രണ്ടാമത്തെ മെട്രിക്സിന്റെ ഓർഡർ എന്ന് എഴുതിയേ again 1 2 റോ ഉണ്ട്, പക്ഷേ ഒരു കോളമേ ഉള്ളൂ, 2 by 1. ആദ്യത്തെ മെട്രിക്സിൽ വരുന്ന കോളത്തിന്റെ എണ്ണം, ഓർഡർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ് ആണല്ലോ. അപ്പൊ ആദ്യത്തെ മെട്രിക്സിൽ വരുന്ന കോളത്തിന്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിൽ വരുന്ന റോയുടെ എണ്ണവും തുല്യമാണ്. ശരിയാണല്ലോ? എഴുതി വെക്കാം. നമ്പർ ഓഫ് കോളംസ് in A is equal to number of rows in B. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. Therefore we can find AB. AB കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് എഴുതുന്നത് പറഞ്ഞത്? AB കാണുമ്പോൾ A എന്ന് പറയുന്ന മെട്രിക്സിലെ റോകൾ മാർക്ക് ചെയ്യുക. സോ 1 2 3 4 അതിന്റെ റോകൾ മാർക്ക് ചെയ്തു. 2 റോകളാണുള്ളത്, നമ്മൾ ആരോ ഇട്ട് വെച്ചു. ബി എന്ന് പറയുന്ന മെട്രിക്സിലെ കോളം മാർക്ക് ചെയ്യുക. ഒരു കോളം അല്ലേ ഉള്ളൂ, അതൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് എലമെന്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യുക, സം എടുക്കുക. അപ്പോ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും, ഒരു കോളേ ഉള്ളൂ, ഫസ്റ്റ് റോയും ഈ കോളവും കൂടി കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, കൂട്ടുക. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കിയേ, ഫസ്റ്റ് റോയിൽ വരുന്ന ആദ്യത്തെ എലമെന്റ് 1, കോളത്തിൽ വരുന്ന ഫസ്റ്റ് കോളത്തിൽ വരുന്ന ആദ്യത്തെ എലമെന്റ് 2. അപ്പോ 1ഉം 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 1 into 2. ഫസ്റ്റ് റോയിൽ വരുന്ന രണ്ടാമത്തെ എലമെന്റ് 2, ഫസ്റ്റ് കോളത്തിൽ വരുന്ന രണ്ടാമത്തെ എലമെന്റ് 3. അപ്പോ ഈ രണ്ടാമത്തെ എലമെന്റുകൾ തമ്മിൽ ഗുണിക്കുക. 2 into 3. എന്നിട്ട് എന്ത് ചെയ്യണം? കൂട്ടണം അല്ലേ? Take the rows of A, columns of B, multiply them element wise. ഇതിനോടും ഗുണിക്കുക and take the sum. Multiply them element wise and take the sum എന്നാണ്. അപ്പൊ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ചെയ്തു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? 1 into 2 plus 2 into 3. ഫസ്റ്റ് റോയും ഇനി വേറെ കോളങ്ങൾ ഇല്ല, ഫസ്റ്റ് റോയോടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് റോയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. വീണ്ടും സെക്കൻഡ് റോ എടുക്കുക. ഫസ്റ്റ് റോയുടെ ഓപ്പറേഷൻസ് നമ്മൾ കിട്ടുന്ന ഉത്തരങ്ങൾ ആ ഫസ്റ്റ് റോയിൽ തന്നെയാണ് എഴുതുന്നത്. അതുപോലെ സെക്കൻഡ് റോയിൽ ഇടുന്ന ഉത്തരങ്ങൾ സെക്കൻഡ് റോയിലാണ് എഴുതേണ്ടത്. അപ്പൊ സെക്കൻഡ് റോ എടുക്കുക. അതിന് ഇവിടുത്തെ കോളവുമായിട്ട് ഗുണിക്കണം അല്ലെ. സെക്കൻഡ് റോ എടുക്കുമ്പോൾ ഇവിടെ ഒരു കോളമേ ഉള്ളൂ. അപ്പൊ അതിൽ എലമെന്റ്സുമായിട്ട് കറസ്പോണ്ടിങ് എലമെന്റ്സ് ആയിട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, കൂട്ടുക. ഇത്രയും ചെയ്താൽ മതി. അപ്പോ കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 3 into 2 ആദ്യത്തെ എലമെന്റ്സ്, സെക്കൻഡ് റോയിലെ ആദ്യത്തെ എലമെന്റും ഫസ്റ്റ് കോളത്തിലെ ആദ്യത്തെ എലമെന്റ്. അപ്പോ 3 into 2 എന്ന് വരുന്നു. 3 into 2 പ്ലസ് ഇനി സെക്കൻഡ് റോയിലും കോളത്തിലും ഈ കോളത്തിലും വരുന്ന ഫസ്റ്റ് കോളത്തിൽ വരുന്ന രണ്ടാമത്തെ എലമെന്റ്സ് 4 into 3. ഫസ്റ്റ് എലമെന്റ്സ് 3 into 2, സെക്കൻഡ് എലമെന്റ്സ് 4 into 3. സോ 4 into 3. ഇത്രയുമാണുള്ളൂ. നമുക്കൊന്ന് ചെയ്യാം. 1 into 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 into 2 is 2 plus 2 into 3 is 6 അല്ലേ? ഇവിടെ 3 into 2 is 6 plus 4 into 3 is 12. എന്താണ് ആൻസർ വരിക? 2 plus 6 എന്ന് പറഞ്ഞാൽ 8 ആണ്. 6 plus 12 എന്ന് പറഞ്ഞാൽ 18 ആണ്. ഉത്തരം കിട്ടിക്കഴിഞ്ഞു. കിട്ടിയ ഉത്തരത്തിന്റെ ഓർഡർ ഒന്ന് നോക്കിയേ. ഇത് ഒരു 2 റോയും ഒരു കോളവും 2 by 1 മെട്രിക്സ് ആണ്. അപ്പോ AB കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം അതിന്റെ ഓർഡർ എങ്ങനെയാണ് കാണുക? ഇത് 2 by 2, ഇത് 2 by 1. ഇവിടെ കോളത്തിന്റെ എണ്ണം ഇവിടെ റോയുടെ എണ്ണം തുല്യമാണ്, അതുകൊണ്ടാണ് കാണാൻ പറ്റിയത്. ആൻസറിന്റെ ഓർഡർ ഈ എൻഡിൽ വരുന്ന ആ റോയുടെ അല്ലെ, ഇവിടുത്തെ റോയുടെയും ഇവിടുത്തെ കോളത്തിന്റെ എണ്ണം അല്ലെ, ഈ എൻഡിൽ വരുന്ന രണ്ട് നമ്പേഴ്സ് 2 by 1 ആണ് അല്ലേ? അപ്പോ രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിനെന്താണ് ചെക്ക് ചെയ്യുന്നത്?
ആദ്യത്തെ മെട്രിക്സിലെ കോളത്തിന്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിലെ റോകളുടെ എണ്ണവും തുല്യമാണോ എന്ന് നോക്കി. വീണ്ടും എന്താണ് ചെയ്തത്? എ ബി കാണാൻ വേണ്ടി ആദ്യത്തെ മെട്രിക്സിന്റെ റോകൾ മാർക്ക് ചെയ്തു, രണ്ടാമത്തെ മെട്രിക്സിലെ കോളങ്ങൾ മാർക്ക് ചെയ്തു. ആദ്യത്തെ റോയും ആദ്യത്തെ കോളവും തമ്മിൽ ഗുണിച്ചു. രണ്ടാമത്തെ കോളം ഉണ്ടെങ്കിൽ ആദ്യത്തെ റോയും രണ്ടാമത്തെ കോളവും തമ്മിൽ ഗുണിക്കണം. ഗുണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ആദ്യത്തെ എലമെന്റുകളെ തമ്മിൽ ഗുണിക്കുക, രണ്ടാമത്തെ എലമെന്റുകളെ തമ്മിൽ ഗുണിക്കുക, മൂന്നാമത്തെ എലമെന്റ് ഉണ്ടെങ്കിൽ മൂന്നാമത്തെ എലമെന്റുകളെ തമ്മിൽ ഗുണിക്കുക. ഒരേ സ്ഥാനം വരുന്നതിനെ നോക്കി ആദ്യത്തത് രണ്ടാമത്തത് മൂന്നാമത്തത് അങ്ങനെ ഗുണിക്കുക. എന്നിട്ട് ആ ഉത്തരങ്ങളെല്ലാം കൂടി കൂട്ടണം. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. If A equal to matrix 2 minus 1 1 3 and B equal to matrix 0 1 2 4, find AB. ആദ്യം നമുക്ക് എ ബി കാണാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാം. എപ്പോഴും ഇങ്ങനെ എഴുതണം എന്നില്ല, നമ്മൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതൊരു 2x2 മെട്രിക്സ്, ഇതും ഒരു 2x2 മെട്രിക്സ്, ശരിയല്ലേ? അപ്പോ ആദ്യത്തെ മെട്രിക്സിൽ വരുന്ന കോളത്തിന്റെ എണ്ണം 2, രണ്ടാമത്തെ മെട്രിക്സിൽ വരുന്ന റോയുടെ എണ്ണവും 2 അല്ലേ? നമ്പർ ഓഫ് കോളംസ് ഇൻ എ ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഇൻ ബി. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാലോ. ഇനി എന്തായിരിക്കും ആൻസറിൽ വരുന്ന മെട്രിക്സിന്റെ ഓർഡർ? 2x2 ആയിരിക്കും. അത് നമുക്ക് നോക്കുമ്പോൾ അറിയാം. എ ബി കാണാം. സോ എ ബി ആദ്യത്തെ മെട്രിക്സ് 2 minus 1 1 3, രണ്ടാമത്തെ മെട്രിക്സ് 0 1 2 4. ഞാൻ എന്താണ് പറഞ്ഞത്? ആദ്യത്തെ മെട്രിക്സിന്റെ റോകൾ മാർക്ക് ചെയ്ത് വെക്കുക. റോകൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇത് ആദ്യത്തെ റോ, ഇത് രണ്ടാമത്തെ റോ. രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളങ്ങളാണ് മാർക്ക് ചെയ്ത് വെക്കേണ്ടത്. സോ കോളങ്ങൾ മാർക്ക് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം. ഇനി എന്ത് ചെയ്യണം? എലമെന്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യണം, സം എടുക്കണം. അത്രയും ചെയ്താൽ മതി അല്ലേ? ഒരേ സ്ഥാനങ്ങൾ. അപ്പോ ആദ്യത്തെ റോയുടെ നമുക്ക് ആദ്യം നോക്കാം. ആദ്യത്തെ റോയിനെ ആദ്യത്തെ കോളവുമായിട്ട് എന്ന് പറയുമ്പോൾ ഈ റോയിനെ ഈ കോളവുമായിട്ടാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഒരേ സ്ഥാനങ്ങളിൽ വരുന്നവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, കൂട്ടുക. അപ്പൊ ആദ്യത്തെ റോയും ആദ്യത്തെ കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഫസ്റ്റ് എലമെന്റ്സ് 2 into 0, ശരിയല്ലേ? 2 into 0. രണ്ടാമത്തെ എലമെന്റ്സ് എന്താണ്? -1 into 2. 2 into 0 ഫസ്റ്റ് എലമെന്റ്സ്. സെക്കൻഡ് എലമെന്റ്സ് -1 into 2. എന്നാൽ എന്ത് ചെയ്യണം? കൂട്ടണം. ഫസ്റ്റ് റോയുടെ ഓപ്പറേഷൻ തീർന്നോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു കോളമല്ല ഉള്ളത്, ഇവിടെ ഒരു കോളം ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? പക്ഷെ ഇവിടെ 2 കോളങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റ് റോ എടുത്തു, നമ്മളിപ്പോ ഫസ്റ്റ് കോളവുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തത്. ഇനി ഫസ്റ്റ് റോയിനെ സെക്കൻഡ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോ ഇനി ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും കൂടിയാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അത് എവിടെ തന്നെയാണ് എഴുതേണ്ടത്? ഫസ്റ്റ് റോയിൽ തന്നെയാണ് എഴുതേണ്ടത്. ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതുക അടുത്ത വാല്യൂ എന്നുള്ള രീതിയിൽ. അപ്പോ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും കൂടിയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുക? ആദ്യത്തെ എലമെന്റ്സിനെ കുടിക്കുക, രണ്ടാമത്തെ എലമെന്റ്സിനെ കുടിക്കുക, എന്നിട്ട് കൂട്ടുക. ആദ്യത്തെ എലമെന്റ്സ് ഏതൊക്കെയാണ്? ഇവിടെ 2, ഇവിടെ 1. അപ്പോ 2 into 1. രണ്ടാമത്തെ എലമെന്റ്സ് ഏതൊക്കെയാണ്? -1 4. സോ -1 into 4. ഇത് രണ്ടും കൂടെ കണ്ടുപിടിച്ചിട്ട് കൂട്ടണം. ഇപ്പൊ തീർന്നില്ലേ? ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളവുമായിട്ട് ഗുണിച്ച് ഇവിടെ എഴുതി, ഫസ്റ്റ് റോയിനെ സെക്കൻഡ് കോളവുമായിട്ട് ഗുണിച്ച് ഇവിടെയും എഴുതി. ഫസ്റ്റ് റോയുടെ ഓപ്പറേഷൻസ് തീർന്നു. ഇനി നമുക്ക് സെക്കൻഡ് റോ എടുക്കാം. സെക്കൻഡ് റോയിൽ വരുന്ന ആദ്യത്തെ ഫസ്റ്റ് മായ്ച്ചേക്കാം. ഫസ്റ്റ് റോയുടെ ഓപ്പറേഷൻസ് തീർന്നു. ഇനി സെക്കൻഡ് റോ എടുക്കുവാണ്. സെക്കൻഡ് റോ എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഫസ്റ്റ് കോളവുമായിട്ടാണ് ഗുണിക്കേണ്ടത് അല്ലെ? എന്നിട്ട് സെക്കൻഡ് കോളവുമായിട്ട് ഗുണിക്കാം. അപ്പൊ സെക്കൻഡ് റോയിനെ ഫസ്റ്റ് കോളവുമായിട്ട് ഗുണിക്കുവാണ്. അപ്പോ ഇതും കൂടിയാണ് അല്ലെ? ഒരേ സ്ഥാനങ്ങളിൽ വരുന്നതിനെ ഗുണിച്ചാൽ മതി. ആദ്യത്തെ എലമെന്റിനെ ആദ്യത്തെ എലമെന്റിനോട് ഗുണിക്കുക, രണ്ടാമത്തെ എലമെന്റിനെ രണ്ടാമത്തെ എലമെന്റിനോട് ഗുണിക്കുക. സോ ആദ്യത്തെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 1ഉം 0യും. സോ 1 into 0, ശരിയല്ലേ? രണ്ടാമത്തെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 3ഉം 2ഉം. 3 into 2. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഗുണിച്ചു, അതിനുശേഷം കൂട്ടുക, പ്ലസ് ചെയ്യുക. കിട്ടുന്ന ഉത്തരങ്ങളെല്ലാം കൂട്ടുക. വീണ്ടും അടുത്ത കേസ് നോക്കിയേ. സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും കൂടിയാണ് ഇനി ഗുണിക്കേണ്ടത്. 2 കോളങ്ങളുണ്ട്. അപ്പൊ ആദ്യത്തെ കോളത്തിനെ ഗുണിച്ചുകൂടെ എഴുതി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കോളവുമായിട്ട് ഗുണിക്കാനാണ് ഉള്ളത്. അപ്പൊ അത് വേറൊരു ഉത്തരമാണ്. ഇച്ചിരി ഗ്യാപ്പിട്ട് എഴുതുക. അപ്പൊ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും കൂടി ഗുണിക്കുവാണ്. ആദ്യത്തെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 1ഉം 1ഉം. സോ 1 into 1. രണ്ടാമത്തെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 3ഉം 4ഉം. സോ 3 into 4. എന്നിട്ട് അത് കൂട്ടുക. തീർന്നില്ലേ?
സോ നമുക്ക് ആൻസർ എഴുതാം. This is equal to, okay, 2 into 0. 0 കൊണ്ട് എന്തിനെ കുറിച്ചാലും ഉത്തരം എന്താണ്? 0. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, പ്ലസ് ഇൻറ്റു മൈനസ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് മൈനസ്. സോ പ്ലസ് ഇൻറ്റു മൈനസ് ഇവിടെ മൈനസ് എഴുതുക. ഇനി ചിഹ്നം വേണ്ട. 1 into 2. 1 into 2 എന്താണ്? 2. അപ്പോൾ ഫസ്റ്റ് ടേം എങ്ങനെ വന്നിരിക്കുന്നത്? 2 into 0 is 0. Plus into minus is minus. 1 into 2 is 2. 0 minus 2. Second element നോക്കാം. 2 into 1. It is 2. Again plus into minus. അപ്പോൾ എന്ത് വരും? Minus. പിന്നെ സെക്കൻഡ് ടേം എന്താണ്? 1 into 4. 1 into 4 എന്ന് പറഞ്ഞാൽ it is 4. Again സെക്കൻഡ് എടുത്തേ. സെക്കൻഡ് റോ എടുക്കുമ്പോൾ 1 into 0 is 0 plus 3 into 2 is 6. എളുപ്പമല്ലേ? ഇവിടെയോ 1 into 1 is 1 plus 3 into 4 is 12. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ നമ്മുടെ ആൻസർ ആയല്ലേ? 0 minus 2. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുതിനെ കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. അപ്പൊ 0 minus 2 ആണ്. 2ൽ നിന്ന് 0 കൊടുക്കുക 2. വലുതിന്റെ ചിഹ്നം 2ന്റെ ചിഹ്നം മൈനസ്. 2 minus 4 ഇപ്പൊ ചെയ്തതുപോലെ തന്നെ വലുതിൽ നിന്ന് ചെറുതിനെ കുറയ്ക്കുന്നു. അപ്പൊ 4 minus 2 എന്ന് പറഞ്ഞാൽ it is 2. വലുതിന്റെ ചിഹ്നം 4ന്റെ ചിഹ്നം മൈനസ്. 0 plus 6 6 ആണ്. 1 plus 12 13 ആണ്. സോ വാട്ട് ഈസ് അവർ ആൻസർ? ആൻസർ എന്ന് പറയുന്നത് -2 -2 6 13. അതും ഒരു 2/2 മെട്രിക്സ് ആണ് അല്ലേ? ഈ എൻഡിൽ വരുന്ന ഓർഡർ 2/2 മെട്രിക്സ് ആണ്. ക്ലിയർ അല്ലേ? അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. C equal to matrix 1 2 3. D equal to matrix 2 4 0. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാട്ടോ. ആദ്യത്തെ മെട്രിക്സിൽ റോകളുടെ എണ്ണം 3, കോളത്തിന്റെ എണ്ണം 1. 3/1 ആണ്. രണ്ടാമത്തെ മെട്രിക്സോ റോകളുടെ എണ്ണം 1, കോളത്തിന്റെ എണ്ണമോ അത് 3. 1 2 3 കോളങ്ങൾ അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യാലോ. എന്തുകൊണ്ടാണ്? ആദ്യത്തേൽ വരുന്ന കോളത്തിന്റെ എണ്ണവും രണ്ടാമത്തേൽ വരുന്ന റോകളുടെ എണ്ണവും തുല്യമാണ്. റിസൾട്ട് മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 3/3. അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. 3/3 സ്ക്വയർ മെട്രിക്സ് 9 എലമെന്റ്സ് വരണം അല്ലേ? ആ രീതിയിലാണ് ഇതിന്റെ ഉത്തരം വരിക. ഒന്ന് ചെയ്ത് നോക്കാം. C into D. സോ 1 2 3 ആദ്യത്തെ മെട്രിക്സ്. അതിലെ റോകൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ മെട്രിക്സ് ഏതാണ്? 2 4 0. അതിലെ കോളങ്ങൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി എന്ത് ചെയ്യണം? എലമെന്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് സം എടുക്കണം. ശരിയല്ലേ? നമുക്കൊന്ന് എലമെന്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യത്തെ റോയും ഇതാണ് ആദ്യത്തെ റോ. ഇതാണ് ആദ്യത്തെ റോ. ആദ്യത്തെ റോയും ആദ്യത്തെ കോളവും കൂടിയാണ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് റോ എടുക്കുക, ഫസ്റ്റ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വീണ്ടും ഫസ്റ്റ് റോ എടുക്കുക, സെക്കൻഡ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വീണ്ടും ഫസ്റ്റ് റോ എടുക്കുക, തേർഡ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 3 കോളങ്ങളുണ്ട്. അപ്പോഴാണ് ഫസ്റ്റ് റോയുടെ ഓപ്പറേഷൻ തീരുള്ളൂ. വീണ്ടും സെക്കൻഡ് റോ എടുക്കുക, സെക്കൻഡ് റോയിന് ആദ്യം ഫസ്റ്റ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ സെക്കൻഡ് റോയിന് സെക്കൻഡ് കോളവുമായിട്ട്, പിന്നെ സെക്കൻഡ് റോയിന് തേർഡ് കോളവുമായിട്ട്, അങ്ങനെ ചെയ്തു പോകണം. അപ്പോ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഫസ്റ്റ് റോയിൽ എത്ര എലമെന്റ് ഉണ്ട്? ഒരേ ഒരു എലമെന്റ്. ഫസ്റ്റ് കോളത്തിൽ എത്ര എലമെന്റ് ആണ്? ഒരേ ഒരു എലമെന്റ്. അപ്പൊ ഒന്ന് കുടിച്ചാൽ മതി, കൂട്ടാൻ വേറെ ആരും ഇല്ല അല്ലെ? ആരും ഒരു എലമെന്റേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് റോയിലെ ഈ എലമെന്റും ഫസ്റ്റ് കോളത്തിലെ ഈ എലമെന്റും കൂടി ഗുണിക്കുക. സോ 1 into 2. തീർന്നില്ലേ അവിടെ? വീണ്ടും ഫസ്റ്റ് റോ എടുക്കുക, സെക്കൻഡ് കോളം. ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും കൂടിയാണ് ഇത് ഗുണിക്കേണ്ടത്. സോ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. 1 into 4. ഒരു എലമെന്റ് ചെയ്താലേ ഉള്ളൂ. 1 into 4. അപ്പോ സെക്കൻഡ് കോളം തീർന്നല്ലോ. വീണ്ടും ഫസ്റ്റ് റോയിനെ തേർഡ് കോളം ഉണ്ട് അല്ലെ? അപ്പോ 1 into
0. 1 into 0. ഫസ്റ്റ് റോയുടെ ഓപ്പറേഷൻ തീർന്നില്ലേ? ഇനി ഉണ്ടോ? ഇല്ല. ഫസ്റ്റ് റോയില് ഫസ്റ്റ് എലമെന്റിൽ ഒരു എലമെന്റ് ഉള്ളൂ. ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളം കൊണ്ട് ഗുണിച്ചു, ഫസ്റ്റ് റോയിനെ സെക്കൻഡ് കോളം കൊണ്ട് ഗുണിച്ചു ഇവിടെ എഴുതി, ഫസ്റ്റ് റോയിനെ തേർഡ് കോളം കൊണ്ട് ഗുണിച്ച് ഇവിടെ എഴുതി. തീർന്നല്ലോ. വീണ്ടും നമുക്ക് സെക്കൻഡ് റോ എടുക്കാം. സെക്കൻഡ് റോയുടെ ഓപ്പറേഷൻസ് സെക്കൻഡ് റോ ആയിട്ട് എഴുതണം പറഞ്ഞു അല്ലേ? അപ്പൊ സെക്കൻഡ് റോ ആയിട്ട് എഴുതുമ്പോൾ ആദ്യം സെക്കൻഡ് റോയിനെ ഫസ്റ്റ് കോളം കൊണ്ടാണ് ഗുണിക്കേണ്ടത്. എന്താണ് ആൻസർ കിട്ടുക? 2 into 2. വീണ്ടും ഫസ്റ്റ് കോളം കഴിഞ്ഞല്ലോ, സെക്കൻഡ് കോളം കൊണ്ട് സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളം കൊണ്ട് ഗുണിക്കുമ്പോൾ 2 into 4. രണ്ടാമത്തെ എലമെന്റ് 2 into 4. സെക്കൻഡ് കോളം തീർന്നു. ഇനി എന്ത് ചെയ്യണം? സെക്കൻഡ് റോയിനെ മൂന്നാമത്തെ കോളം കൊണ്ട് ഗുണിക്കണം. സോ 2 into 0. ആദ്യം 2 into 2, പിന്നെ 2 into 4, പിന്നെ 2 into 0. അപ്പോൾ സെക്കൻഡ് റോ എടുത്തു, 3 കോളങ്ങളും കൊണ്ട് ഗുണിച്ച് എഴുതി കഴിഞ്ഞു. സെക്കൻഡ് റോയുടെ ഓപ്പറേഷനും തീർന്നു. വീണ്ടും നമ്മൾക്ക് തേർഡ് റോ എടുക്കാം. തേർഡ് റോ എടുക്കുമ്പോൾ ഈ 3 കോളങ്ങൾ കൊണ്ട് ഗുണിക്കണ്ടേ? അപ്പൊ തേർഡ് റോയിനെ ഫസ്റ്റ് കോളം കൊണ്ട് ഗുണിച്ചാൽ 3 into 2. ഇനി തേർഡ് റോയിനെ സെക്കൻഡ് കോളം കൊണ്ട് ഗുണിച്ചാലോ 3 into 4. വീണ്ടും തേർഡ് റോയിനെ തേർഡ് കോളം കൊണ്ട് ഗുണിച്ചാലോ 3 into 0. ആൻസർ ഒന്ന് എഴുതി നോക്കാം. 1 into 2 കൂട്ടാനൊന്നുമില്ല. 1 into 2 എന്താണ്? ഇത് 2. 1 into 4 is 4. 1 into 0 is 0. 0 കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ ഉത്തരം 0 ആണ് അല്ലേ? Again ഇവിടെ 2 into 2 is 4. 2 into 4 is 8. 2 into 0 is 0. ഇവിടെയോ 3 into 2 is 6. 3 into 4 is 12. 3 into 0 is 0. ആൻസറിന്റെ ഓർഡർ എന്താണ്? 3/3. നോക്ക്, എൻഡിൽ വന്ന നമ്പേഴ്സ് 3 ഉം 3 ഉം. The answer is 3/3. കിട്ടിയോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടുമോ എന്നൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ ആ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യുക ആദ്യത്തെ മെട്രിക്സിലെ കോളത്തിന്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിലെ റോയുടെ എണ്ണവും തുല്യമാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങുക. ആദ്യത്തെ റോ എടുക്കുന്നു, 3 കോളങ്ങളുണ്ട്, 3 പേരുമായിട്ട് കൊടുക്കണം. വീണ്ടും രണ്ടാമത്തെ റോ എടുക്കുന്നു, 3 കോളങ്ങളുണ്ട്, ആ 3 കോളങ്ങളും കറസ്പോണ്ടിങ് എലമെന്റ്സ് കൊടുക്കണം. വീണ്ടും മൂന്നാമത്തെ റോ എടുക്കുക, 3 കോളങ്ങളും കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഒരു 3/3 മെട്രിക്സ് ആണ് നമ്മൾക്ക് ആൻസർ ആയിട്ട് എഴുതുക. ഇവിടെ ഞാൻ എഴുതുന്നത് തിരിച്ച് എഴുതി നോക്കുവാണേ. അപ്പോൾ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. സെയിം എടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്ന് പറയുമ്പോൾ ഇവിടെ ഡി സി കാണാൻ പറ്റുമോ എന്ന് നോക്കാം. ഡി എന്ന് പറയുന്നത് 2 4 0 അല്ലേ? ഓർഡർ 1/3 ആണ്. സി എന്ന് പറയുന്നതോ 1 2 3. അതിന്റെ ഓർഡറോ 1 2 3യുടെ ഓർഡർ 3/1. ഇവിടെ ചെക്ക് ചെയ്തേ, ഡി സി കാണാൻ പറ്റുമോ? ആദ്യത്തെ മെട്രിക്സിൽ വരുന്ന കോളത്തിന്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിൽ വരുന്ന റോയുടെ എണ്ണവും തുല്യമാണല്ലോ. അപ്പൊ ഡി സി കാണാം അല്ലേ? ഉത്തരം എന്താ വരിക? 1/1. 1/1 മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോയും ഒരു കോളവും മെട്രിക്സ് എന്നല്ലേ അർത്ഥം. അപ്പൊ ഒരൊറ്റ വിലയാണ് ഉത്തരമായിട്ട് വരിക അല്ലേ? എങ്ങനെ കിട്ടുമോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോ ഡി സി ആണ് കാണേണ്ടത്. ഡി ഒന്ന് എഴുതുവാണ് 2 4 0. ആദ്യത്തെ മെട്രിക്സിന്റെ എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? റോ. വീണ്ടും സി എഴുതുവാണ് 1 2 3. രണ്ടാമത്തെ മെട്രിക്സിന് എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? കോളം. എന്നിട്ട് എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യണം, ആഡ് ചെയ്യണം. ഇവിടെ എത്ര റോ ഉണ്ട്? ഒരു റോ. എത്ര കോളം ഉണ്ട്? ഒരു കോളം. അപ്പൊ ഒരു ഓപ്പറേഷൻ അല്ലേ ചെയ്യാനുള്ളൂ. ഈ റോയിനെ ഈ കോളം കൊണ്ട് കറസ്പോണ്ടിങ് എലമെന്റ്സ് കുടിച്ചൊന്ന് കൂട്ടിയാൽ മതി അല്ലേ? ചെയ്ത് നോക്കാം. അപ്പോ ആദ്യത്തെ റോയിലും ആദ്യത്തെ കോളത്തിലും വരുന്ന എലമെന്റ്സ് ആണ് എടുക്കുക. ആദ്യത്തെ എലമെന്റ്സ് ഏതാണ്? 2 into 1 അല്ലെ? രണ്ടാമത്തെ എലമെന്റ്സോ 4 into 2. മൂന്നാമത്തെ എലമെന്റ്സോ 0 into 3. എന്നിട്ട് എന്ത് ചെയ്യണം? കൂട്ടണം. മൾട്ടിപ്ലൈ ദ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആൻഡ് ടേക്ക് ദ സം എന്നാണ് ഉള്ളത് അല്ലെ? കൂട്ടണം. 2 into 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 4 into 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. 0 into 3 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? 2 + 8 10. ഉത്തരം ഒരു 1/1 മെട്രിക്സ് ആണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ,
നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ രണ്ട് സംഖ്യകളെ ഗുണിക്കുമ്പോൾ 2 into 3 ചെയ്താൽ ഉത്തരം 6 ആണ് അല്ലേ. 3 into 2 ചെയ്താലും ഉത്തരം, തിരിച്ചെഴുതിയാലും ഉത്തരം എന്താണ്? 6 തന്നെയാണ്. പക്ഷെ മെട്രിക്സിന് അങ്ങനെയാണോ നോക്കി. സി എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ടി എന്ന് പറയുന്ന ഒരു മെട്രിക്സ്. സി ഡി കണ്ടപ്പോൾ കിട്ടിയ ഉത്തരം ഇതാണ്. അത് തിരിച്ച് ഡി സി എന്നുള്ള രീതി കണ്ടപ്പോൾ കിട്ടിയ ഉത്തരോ ഇത്. സെയിം ആൻസർ കിട്ടിയോ? കിട്ടിയില്ല. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സാധാരണ മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ ഏത് ഓർഡറിൽ എഴുതിയാലും ഗുണിച്ചാലും ഉത്തരം സെയിം ആണ്. എ ഇൻറ്റു ബി എന്ന് എഴുതിയാലും ബി ഇൻറ്റു എ എന്ന് എഴുതിയാലും ഉത്തരം സെയിം ആണ്. പക്ഷെ മെട്രിക്സിലെ മൾട്ടിപ്ലിക്കേഷൻ ആ ഗുണം ഇല്ല. എ ഇൻറ്റു ബി കാണുമ്പോൾ കിട്ടുന്ന ഉത്തരവും ബി ഇൻറ്റു എ കാണുമ്പോൾ കിട്ടുന്ന ഉത്തരവും വ്യത്യസ്തങ്ങളായിരിക്കും. എന്ന് പറഞ്ഞാൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇറ്റ് ഈസ് നോൺ കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇല്ല എന്ന് പറയും. കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ എ ഇൻറ്റു ബി കാണുമ്പോൾ കിട്ടുന്ന ഉത്തരവും ബി ഇൻറ്റു എ കാണുമ്പോൾ കിട്ടുന്ന ഉത്തരവും സെയിം ആയിരിക്കണം. അപ്പൊ ആ പ്രോപ്പർട്ടി ആർക്കില്ല? മെട്രിക്സിനില്ല. അതൊന്നും ഓർത്തേക്കുക. പക്ഷെ സം എടുക്കുമ്പോൾ നമ്മള് എ പ്ലസ് ബി കണ്ടില്ലേ, ആഡ് ചെയ്യാൻ പഠിച്ചില്ലേ മെട്രിക്സുകളെ. അതിൽ എ പ്ലസ് ബി കണ്ടാലും ബി പ്ലസ് എ കണ്ടാലും കിട്ടുന്ന ഉത്തരങ്ങൾ ഒരുപോലെ ആയിരിക്കും കേട്ടോ. എന്ന് പറഞ്ഞാൽ അതിന് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. സബ്ട്രാക്ഷനും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇല്ല. എ മൈനസ് ബി കണ്ടാല് അവിടെ കിട്ടുന്ന ഉത്തരവും ബി മൈനസ് എ കാണുമ്പോൾ കിട്ടുന്ന ഉത്തരവും വ്യത്യസ്തങ്ങളായിരിക്കും കേട്ടോ. അപ്പോ അഡീഷന് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. മെട്രിക്സ് ഓപ്പറേഷൻ ആണ് അഡീഷൻ, അതിന് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. തിരിച്ച് ആഡ് ചെയ്താലും എ പ്ലസ് ബി ആഡ് ചെയ്താലും ബി പ്ലസ് എ തിരിച്ച് ആഡ് ചെയ്താലും കിട്ടുന്ന ഉത്തരം ഒന്നായിരിക്കും. പക്ഷെ സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും എന്തില്ല? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇല്ല. അത് ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾ ക്ലിയർ ആണ് അല്ലെ? അതൊന്ന് ഓർത്തേക്കാം. ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പൊ ചെയ്തൊക്കെ ഒരു റോയും അങ്ങനെയൊക്കെ വരുന്നതാണ്. ചെയ്ത് നോക്കാം. Fifth example, A equal to matrix 2 7 1 3 4 2. B equal to matrix. ഈ മെട്രിക്സിന്റെ ഓർഡർ പറഞ്ഞാൽ it is 3/2. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന അടുത്ത മെട്രിക്സിന്റെ റോയുടെ എണ്ണം 2 ആയിരിക്കില്ലേ. അപ്പോൾ 1 4 3 2 -1 0. ഇത് ഒരു 2/3 മെട്രിക്സ് ആണ് അല്ലേ. 1 2 3 3 റോസ് ആൻഡ് 2 കോളംസ്. സോ ഇത് എന്ന് പറയുന്നത് ഒരു 3/2 മെട്രിക്സ് ആണ്. ബിയിലെ 2 കോളങ്ങളും 3 റോസും ഉണ്ട്. സോറി തിരിഞ്ഞു പോയി. ബിയിലെ 2 റോസും 3 കോളങ്ങളും ഉണ്ട്. അപ്പോൾ അത് 2/3 മെട്രിക്സ് ആണ്. ആദ്യത്തെ മെട്രിക്സിൽ വരുന്ന കോളത്തിന്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിൽ വരുന്ന റോയുടെ എണ്ണവും തുല്യമാണ്. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എങ്ങനെയായിരിക്കും? 3/3. അതും കൂടി ഒന്ന് ഓർത്തേക്കുക. ഒരു 3/3 സ്ക്വയർ മെട്രിക്സ് ആണ് കിട്ടുക. അപ്പോൾ എ ബി കാണുവാണ്. ആദ്യത്തെ മെട്രിക്സിലെ എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? 2 7 1 3 4 2. ആദ്യത്തെ മെട്രിക്സിലെ റോകളാണ് മാർക്ക് ചെയ്യേണ്ടത് അല്ലേ. രണ്ടാമത്തെ മെട്രിക്സിലെയോ കോളങ്ങൾ അല്ലേ. 1 4 3 2 -1 0. കോളങ്ങളാണ് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് കറസ്പോണ്ടിങ് എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി. നമുക്ക് ചെയ്ത് നോക്കാം. നോക്കിയേ, ആദ്യത്തെ റോ എടുത്തു. ആദ്യത്തെ റോയിനെ ആരൊക്കെയായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തത്? 3 കോളങ്ങളുണ്ട്. അപ്പൊ 3 പേരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. സോ ആദ്യത്തെ റോയിനെ ഞാൻ ആദ്യത്തെ കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പൊ ഒരേ സ്ഥാനങ്ങളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. 2നെ 1 ആയിട്ട് 7നെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 1. അടുത്ത് പ്ലസ് ഇടാം. സെക്കൻഡ് എലമെന്റ്സ് 7 into 2. അപ്പൊ ആദ്യത്തെ റോയും ആദ്യത്തെ കോളവും കഴിഞ്ഞല്ലോ. 2 into 1 plus 7 into 2. വീണ്ടും ആദ്യത്തെ റോയിനെ രണ്ടാമത്തെ കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യത്തെ എലമെന്റ്സ് ഏതാണ്? 2ഉം 4ഉം. സോ 2 into 4. നടുക്ക് പ്ലസ് ഇടാം. രണ്ടാമത്തെ എലമെന്റ്സോ 7 into -1. 2 into 4 plus 7 into -1 അല്ലേ. 7 into -1. വീണ്ടും രണ്ടാമത്തെ കോളം തീർന്നു. മൂന്നാമത്തെ എടുക്കാം. അപ്പോ 2 into 3 plus 7 into 0. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് റോയിനെ 3 കോളങ്ങളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് റോയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? സെക്കൻഡ് റോ എടുക്കുക.
സെക്കൻഡ് റോ എന്താണ് 1 3. ഈ സെക്കൻഡ് റോയിനെ ഈ 3 കോളങ്ങളുമായി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. സോ സെക്കൻഡ് റോയിനെ ഫസ്റ്റ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 1 is 1. 1 into 1 എഴുതാം. 1 into 1 plus സെക്കൻഡ് എലമെന്റ്സ് 3 into 2 അല്ലേ? 1 into 1 plus 3 into 2. ഇനി സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 4 plus 3 into -1. ശരിയല്ലേ? 1 into 4 plus 3 into -1. സെക്കൻഡ് കോളം തീർന്നു. വീണ്ടും സെക്കൻഡ് റോയിന് തേർഡ് കോളവുമായിട്ട്. അപ്പൊ എങ്ങനെയാ ഒരു എലമെന്റ്സ്? ആദ്യ എലമെന്റ്സ് 1 into 3 പ്ലസ് രണ്ടാമത്തെ എലമെന്റ്സോ 3 into 0. ശരിയല്ലേ? 1 into 1 plus 3 into 2. 1 into 4 plus 3 into -1. 1 into 3 plus 3 into 0. ശരിയല്ലേ? ഈ സെക്കൻഡ് റോയും കഴിഞ്ഞു. നമുക്ക് തേർഡ് എടുക്കാം. സോ തേർഡ് റോ എടുക്കുന്നു. ആദ്യം ഫസ്റ്റ് കോളവുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? അപ്പോൾ 4 into 1 പ്ലസ് അടുത്ത എലമെന്റ് ഏതാണ്? 2 into 4 into 2. 4 into 1 plus 2 into 2. ഫസ്റ്റ് റോ കഴിഞ്ഞാൽ ഫസ്റ്റ് കോളം കഴിഞ്ഞാൽ സെക്കൻഡ് കോളം. അപ്പോൾ 4 into 4 പ്ലസ് സെക്കൻഡ് എലമെന്റ്സ് 2 into -1. ക്ലിയർ അല്ലേ? 4 into 4 plus 2 into -1. ഇനി സെക്കൻഡ് കോളം കഴിഞ്ഞു തേർഡ് കോളം. 4 into 3 പ്ലസ് 2 into 0. ആൻസർ എഴുതാം. എന്താണ് ആൻസർ വരിക? 2 into 1 is 2 plus 7 into 2 is 14. അല്ലേ? 2 into 1 is 2 plus 7 into 2 is 14. Second elements of 2 into 4 is 8 plus into minus എന്ന് പറയുമ്പോൾ മൈനസ് പ്ലസ് into മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. സോ 2 into 4 is 8 plus into minus is minus. 7 into 1 is 7. വീണ്ടും മൂന്നാമത്തത് 2 into 3 is 6 plus 7 into 0 is 0. ശരിയല്ലേ? ഫസ്റ്റ് റോ കഴിഞ്ഞു. സെക്കൻഡ് റോ 1 into 1 is 1 plus 3 into 2 is 6. ഇവിടെയോ 1 into 4 is 4 plus into minus. So minus 3 into 1 is 3. 4 minus 3. Last element of 1 into 3 is 3 plus 3 into 0 is 0. ഇനി മൂന്നാമത്തെ റോ 4 into 1 is 4 plus 2 into 2 is again 4. 4 into 1 is 4 plus 2 into 2 is 4. 4 into 4 is 16 plus into minus is minus. 2 into 1 is 2. Last element of 4 into 3 is 12 plus 2 into 0 is 0. So what is our answer? 2 plus 14 16. 8 minus 7 1. 6 plus 0 6. 1 plus 6 7. 4 minus 3 1. 3 plus 0 3. 4 plus 4 is 8. 16 minus 2 is 14. 12 plus 0 is 12. And what is the order? This is a 3 by 3 matrix. Clear അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് പഠിച്ചത്. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു റോ എടുക്കുന്നു, എത്ര കോളങ്ങളുണ്ടോ ആ കോളങ്ങളുമായിട്ട് കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ആദ്യത്തെ റോയിനെ മുഴുവൻ ചെയ്തിട്ട് വേണം രണ്ടാമത്തെ റോയിൽ എടുക്കാൻ. രണ്ടാമത്തെ റോയും എല്ലാ കോളങ്ങളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതുക. അതിനുശേഷം മാത്രം മൂന്നാമത്തെ റോ ഉണ്ടെങ്കിൽ എടുക്കുക. അങ്ങനെ ചെയ്തു പോവുക. ക്ലിയർ അല്ലേ? That's all for today. Thank you.